ചതിരൂർ നിലായിൽ കടുവ സാന്നിധ്യം. കഴിഞ്ഞ ദിവസം രാത്രി ചുണ്ടൻതടത്തിൽ ബിനോയിയുടെ വളർത്തുനായയെ കടുവ പിടിച്ചതായി സംശയം. നമുക്കിവിടെ ഫസ്റ്റിലെ ഇത് ജനുവരി 8-ാം തീയതിയാണ് എൻ്റെ പട്ടീനെ കൊണ്ടുവന്നത്. എനിക്ക് എപ്പോഴും കൂട്ടിന് ടാപ്പിങ് മറ്റു കാര്യങ്ങൾക്ക് അതൊരു ഹെൽപ്പായിട്ടുണ്ടായിരുന്നൊരു പട്ടി എന്ന് പറയുമ്പോൾ നമ്മളൊരു കൂടത്തിലുള്ള ആളെയാണ് നമുക്ക് നഷ്ടപ്പെട്ട മാതിരി. തുടർന്ന് അപ്പോൾ ഫോറസ്റ്റുകാരോട് ഇങ്ങനെ വിവരം പറഞ്ഞു. അങ്ങനെ അവർ വരുന്നുണ്ടായിരുന്നു. അവർ വന്ന് ഇങ്ങനെ ദിവസവും തന്നെ വന്ന് അപ്പോൾ എന്നും അലർച്ച അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്കിവിടെ ജീവിക്കാൻ മേലാത്തൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇവർ വന്ന് ദിവസവും പടക്കവും പൊട്ടിച്ച് അങ്ങനെ പോകും. അവർ പോയി കഴിയുമ്പോൾ വീണ്ടും വളർന്ന് പുറത്ത് നമ്മൾ കാലങ്ങൾ ഞാൻ ജനിച്ചു വളർന്നതല്ല ഇവിടെ തന്നെയാണ്. അപ്പോൾ ആ കാലങ്ങളായിട്ട് ഇതിനിടയ്ക്ക് ഇങ്ങനെ പണ്ടൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്ക് കടുവ ഇങ്ങനെ വന്ന് വർണ്ണത്തിനെ കൊണ്ടുപോയി കഴിഞ്ഞ് നമ്മുടെ അടുത്ത് ആരുടെയും കൊണ്ടുപോയി പിന്നെ ഒരു വർഷത്തിന് ശേഷം 2 വർഷം ഇത് തുടർച്ചയായിട്ട് 21-ാമത്തെ ദിവസം ഇപ്പോൾ ഇത് ഇവിടെ തന്നെ തങ്ങുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു വേണ്ടപ്പെട്ട അധികാരികൾ ഏത് നടപടി തീരുന്നു. നമുക്ക് വളർത്തുമൃഗങ്ങളെ മനുഷ്യരിവിടെ മറ്റ് ജോലികൾ ടാപ്പിങ് മറ്റു മേഖല ആ മേഖല അതെല്ലാം നിർത്തിവെച്ചിരിക്കുക ഇവിടുത്തെ ആൾക്കാരെല്ലാവരും പുറത്തു പോകാൻ മേലാത്ത. എത്രയും പെട്ടെന്ന് ഈ സാധനത്തിന് ഇവിടുന്ന് ഒഴിവാക്കി തരണം. നമുക്കൊരു ശല്യം ഇല്ലാത്ത രീതിയിൽ വെടിവെച്ച് കൊല്ലുവോ പിടിച്ചുകൊണ്ട് പോവോ എന്നത് കാണിച്ചാലും നമുക്ക് ഇവിടുന്ന് ഈ സാധനം ഇവിടുന്ന് തുരത്തി ഓടിക്കുന്ന ഒരു പരിപാടിയിലേക്ക് നീങ്ങുക കാര്യങ്ങൾ നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ 20 ദിവസം ഇതിനെ മേടക്കെട്ടി ഫോറസ്റ്റുകാർക്ക് തന്നെ അറിയാം. ഇവിടുത്തെ ഈ പടക്കത്താൽ ഈ പരിപാടി നിൽക്കുകയല്ല എന്നുള്ളൊരു അവസ്ഥ ഇവർക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം. എനിക്കത് കൂടുതൽ ഇവർ ഫോറസ്റ്റുകാർ സ്ഥിരമായിട്ട് എൻ്റെ അടുത്ത് വരുന്നതാണ്. അവർക്ക് 100% ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നലെ അത്ര എൻ്റെ സ്പോട്ടിൽ പോയിട്ട് പടക്കം പിടിച്ച് ഇവർ പോകുന്നതിന് മുന്നേ അത് തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥ. എത്രയും പെട്ടെന്ന് അതുകൊണ്ട് അതിന് വേണ്ടപ്പെട്ട അധികാരികൾ വേണ്ടപ്പെട്ട രീതിയിൽ ഏത് രീതിയിലാണ് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കി തരണം അത് തന്നെ ഈ സാധനത്തിനെ. ജനുവരി മാസം ആദ്യം പുതുപ്പറമ്പിൽ തങ്കൻ എന്നയാളുടെ വളർത്തുനായയെയും വന്യജീവി പിടിച്ചിരുന്നു. പ്രദേശത്ത് കടുവയുടേതെന്ന് തോന്നിപ്പിക്കുന്ന വന്യജീവിയുടെ കാൽപ്പാടുകളും കണ്ടെത്തി. ഇങ്ങോട്ട് തിരിഞ്ഞു ഇറങ്ങി വരുവായിരുന്നു. പരിഹാരം വയനാട് നടത്തിയ പോലെ 5 മിനിറ്റ് ജനങ്ങൾ ജീവിക്കണ്ടേ? കാരണം ഇവര് പടക്കം പൊട്ടിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ഇവര് പോകുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ കടുവ എന്തുകൊണ്ട് 23 ദിവസത്തോളം ആയിരുന്നു. ഈ 24 ദിവസത്തോളം ഈ കടുവ എങ്ങനെ ഇവിടെ തന്നെ കൂടുന്നു? കാരണം അറിയണമല്ലോ. ഉദ്യോഗസ്ഥന്മാർ അത് ഫോറസ്റ്റ് വകുപ്പ് കൃത്യം അറിയാം. അതിന്റെ കാരണം അല്ല എന്നാ കൃത്യമായിട്ട് അന്നും അല്ല ഇവർക്ക് അറിയാം. അപ്പൊ അതിന്റെ അവരോട് തന്നെ ഇതിന്റെ കാരണം എന്നാന്ന് അവർ കണ്ടു നമുക്ക് ഇവിടെ ഒഴിവാക്കി. ആർളം പഞ്ചായത്തിലെ 5-ാം വാർഡ് വിയറ്റ്നാമിൽ അതായത് നീലായി പ്രദേശത്താണ് ഈ 10-20 ദിവസത്തോളായി ഇപ്പം കടുവയുടെ സ്ഥിരമായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യവും വളർത്തുമൃഗങ്ങളെ കടുവ ആക്രമിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യം ഉള്ളത്. ഫോറസ്റ്റ് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും നല്ല സഹകരണം ഉണ്ടെങ്കിലും ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട് വിട്ട് പുറത്തിറങ്ങുന്ന കടുവയെ ഉടനെ തന്നെ കൂട് വെച്ച് പിടിച്ച് മാറ്റേണ്ട അടിയന്തര നടപടി ഡിപ്പാർട്ട്മെൻറ്റ് ഉടൻ തന്നെ ആലോചിക്കണമെന്നാണ് പറയാനുള്ളത്. വയനാട്ടിലെന്ന പോലെ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ ആർളം പഞ്ചായത്തിൽ ചതിരൂർ നീലായി മേഖലയിലും വലിയ കടുവാഭീതിയിലാണ് ജനങ്ങൾ. ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ചുണ്ടൻതടത്തിൽ ബിനോയ് എന്നയാളുടെയും പുതുപ്പറമ്പിൽ തങ്കൻ എന്നയാളുടെയും വളർത്തുനായയെ കടുവയെന്ന് തോന്നിക്കുന്ന വന്യജീവി പിടിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവരുടെ എല്ലാ കഴിവുപയോഗിച്ചുകൊണ്ടും പരിശോധിക്കുന്നുണ്ടെങ്കിലും അത് ഫലം കാണുന്നില്ല. ജനങ്ങൾ വലിയ ഭീതിയിലാണ് ഇവിടെ കഴിയുന്നത്. പേടിച്ച് പകൽ സമയത്ത് പോലും ഈ ഫോറസ്റ്റിനടുത്തുള്ള നിരവധി കുടുംബങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത, കടുവയുടെ അലർച്ച കേട്ട് ജീവിക്കാൻ കഴിയാത്ത, ഭയന്നു വിറച്ചുള്ള ഒരു ജീവിതമാണ് ഇവർ നയിക്കുന്നത് എന്ന് ഇവർ നമ്മളോട് പറയുന്നു. എന്താണ് ചെയ്യാൻ കഴിയുക? വന്യമൃഗങ്ങളെ കാട്ടിൽ സുരക്ഷിതമാക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള പഠനം നമ്മൾ നടത്തുക തന്നെ വേണം. പാവപ്പെട്ട ജനങ്ങൾക്ക് അവൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയും അതോടൊപ്പം തന്നെ വന്യജീവികളെ സംരക്ഷിക്കുകയും ചെയ്യുക തന്നെ വേണം. എന്നാൽ ഇത് രണ്ടുമുണ്ടാകുന്നില്ല. ജനങ്ങൾ ഭയന്ന് വിറച്ച് ജീവിക്കുമ്പോൾ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വളർത്തുമൃഗങ്ങളെയും മനുഷ്യരെയും ആക്രമിക്കുന്ന അവസ്ഥ ഇവിടെ വന്നുകൊണ്ടേയിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആരാണ് ഇതിന് ഉത്തരവാദിയെന്നും നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനും കഴിയാത്ത തരത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ വന്യജീവികളെ സംരക്ഷിക്കുന്നതോടൊപ്പം ജനങ്ങളെയും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ അധികാരികൾ ഇത് കണ്ണു തുറന്നൊന്ന് കണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന, ഭീതിയിലാഴ്ത്തുന്ന ഈ സമീപനത്തിന് അയവുണ്ടാക്കാൻ, മാറ്റം വരുത്താൻ ശ്രമിക്കണം. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക്
കൂടുതലായി അവരൊരു സ്ഥിരം ഒരു സംവിധാനത്തിലേക്ക് ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനത്തിലേക്ക് വരണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇവരുടെ ആവശ്യം ന്യായമാണ് താനും. കാരണം ഇവരുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, ഇവരുടെ കുട്ടികൾക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല, ഇവർക്ക് സ്വൈര്യമായി കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ സ്വൈര്യമായി ജീവിക്കാനോ കഴിയാത്ത അവസ്ഥ ഇന്ന് കടുവയുൾപ്പെടെയുള്ള വന്യജീവികൾ വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്ന് മാറാൻ ബന്ധപ്പെട്ട അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ചതിരൂർ നീലായിൽ നിന്ന് KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. അമ്മ, കല്യാണത്തിന് ഇനി 10 ദിവസം കൂടി ഉള്ളൂ. നാളെയെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ മോളെ? അത് അച്ഛൻ്റെ ESI ഫണ്ട് കിട്ടിയിട്ടില്ല. ഹേ ഗായു, എന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നിന്റെ എന്തായി? നാളെയാണോ? ഇതാണ് എന്റെ വെഡിങ് സാരി. നോക്ക്, കാഞ്ചീപുരം എങ്ങനെയുണ്ട്? ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക്. എങ്ങനെയുണ്ട്? നല്ല കളറല്ലേ? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്. LKG മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ്. ഇതാവുമ്പോ നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്താ. അതുകൊണ്ട് നീ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം. ഓക്കെ? മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ. സെഞ്ചുറി ഫാഷൻ സിറ്റി. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.